ലോകേഷ കൈതിട്ട് വന്ന് പെട്ടെന്ന് ചെയ്യണോ സാറേ? സത്യമായിട്ട് അതിന്റെ സ്ക്രിപ്റ്റ് റെഡി ആയിട്ടില്ല, അതുകൊണ്ടാണ് ചെയ്യാത്തത്. താനിത് പറയുന്നത് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്റെ അടുത്ത 10 വർഷത്തേക്കുള്ള എല്ലാ സ്ക്രിപ്റ്റുകളും അറിയാവുന്ന ഒരാളെയും കൊണ്ടിട്ടാണ് ഞാൻ വന്നത്. ലോകേഷ് അടുത്ത സിനിമയുടെ കഥ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. 92ന്റെ കഥ എനിക്ക് ലോകേഷ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റോളക്സ് ഒരു സ്പിൻ ഓഫ് സിനിമയുടെ വിഷയം എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ നയൻതാരയും ലോറൻസും കൂടെ ചെയ്യുന്ന ഒരു ഹൊറർ ഫിലിം. അതിന്റെ വിഷയം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലോകേഷോട് ചോദിച്ചു, അപ്പോൾ ബേസിക്കലി അടുത്തൊരു 10-12 വർഷക്കാലം ഇനി എഴുതണ്ട, ഇതിൽ അടുത്ത ഞാൻ ഏത് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ കഥയൊക്കെ സെറ്റാണ്. சாரா சத்தியம் ഞാൻ പ്ലാൻ ചെയ്തില്ല. என்ன ஐடியாஸ் இருக்கு அடுத்து என்ன மாதிரி பண்ணணும் அப்படிங்கிற மாதிரி. ஸோ அதை வந்து ரொம்ப எக்ஸைட் ஆனாரு. ஸோ பேசிக்கலி அடுத்த 10 வருஷத்துக்கு ஸ்கிரிப்ட் எழுதுறாங்க நீங்கள் அப்படின்னு கேட்டால் சார் எழுதுறோம். സോ രാജുവേട്ട പടത്തിനെ പറ്റി 2 വാക്ക്. ഒബ്വിയസ്ലി ഇതാ പടം രാജുവേട്ട, ഈ ഓഡിയോ ലോഞ്ച് നടക്കുന്ന പടം. സി ഗൈസ്, ഈ പടം ഞാൻ ഷൂട്ടിന് മുന്നേ കണ്ടതാണ്. ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഫാബുലസ് ഫിലിം. ഇതുപോലെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വായിച്ചിട്ടില്ല ഗൈസ്. ഞാൻ ഇങ്ങനൊരു സാധനത്തെ വായിച്ചിട്ടില്ല. ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സിനിമയുടെ 40 സെക്കൻഡ് ഫൂട്ടേജ് ഞാൻ കണ്ടു. ഇതൊരു മലയാള സിനിമ തന്നെയാണോ എന്ന് ഞാൻ വണ്ടടിച്ചു. കണ്ട ഈ 60 സെക്കൻഡ് എനിക്കറിയില്ല എന്റെ ദൈർഘ്യം എത്രത്തോളം ഉണ്ടെന്ന്. ആ ഫുട്ടേജ് ഒരു മലയാള സിനിമയുടേതാണ്. അയ്യോ, ഇതിപ്പോ ക്ലൈമാക്സിലേക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് എങ്ങനെ ഒരു ലീഡ് വെക്കും? അത് സിനിമയ്ക്ക് കഥയില്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. അവതാർ പാർട്ട് 4 ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയാം. ഞെട്ടിയോ? പാർട്ട് 5 എനിക്കറിയാം. നിങ്ങൾ ചെയ്യാൻ പോകുന്ന അടുത്ത 5 പ്രോജക്റ്റ് ഏതാ നിങ്ങൾക്കറിയാം? ഇല്ല, എന്നാലേ എനിക്കറിയാം. രാജേട്ടാ, രാജമൗലിയുടെ സെറ്റിലാണോ? അല്ല, ഞാൻ മാർട്ടിൻ സ്കോർസേസിയായിട്ടൊരു ഡിസ്കഷനിലാണ്.